നമസ്കാരം. ഇന്ന് നേരം പോകായാലോ? രാഷ്ട്രീയക്കാർ, കവികൾ, സാഹിത്യ ആചാര്യന്മാർ, നേതാക്കന്മാർ. രാഷ്ട്രീയക്കാർ, കവികൾ, സാഹിത്യ ആചാര്യന്മാർ, നേതാക്കന്മാർ, മദ്യനിരോധന സംഘടനക്കാർ, വിപ്ലവകാരികൾ എന്നിവരൊക്കെ പട്ടക്കടയുടെ മുറ്റത്തേക്ക് കമഴ്ത്തി ഒഴുക്കിയ ലഹരിപ്പുഴയിൽ കാവിയുടുത്തൊരു ഗീതാജ്ഞക്കാരൻ പട്ടര് മുങ്ങി മരിച്ചു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട വയലാർ രാമവർമ്മയുടെ ഒരു ഗാനമാണ്. സിനിമ പോസ്റ്റ്മാനെ കാണാനില്ല, 60 വർഷം മുമ്പ് ഇറങ്ങിയൊരു സിനിമയാണ്. ഇതിൽ മണവാളൻ ജോസഫ് എന്ന അനുഗ്രഹീത നടൻ ഒരു ഓട്ടംതുള്ളൽ വേഷത്തിൽ വരുന്നുണ്ട്. ആ കഥാപാത്രത്തിന് വേണ്ടി വയലാർ എഴുതിയ പാട്ടാണ്. 50-60 വർഷം മുൻപാണ് രാഷ്ട്രീയക്കാർ, കവികൾ, സാഹിത്യാചാര്യന്മാർ, നേതാക്കന്മാർ, മദ്യനിരോധന സംഘടനക്കാർ, വിപ്ലവകാരികൾ എന്നിവരൊക്കെ പട്ടക്കടയുടെ മുറ്റത്തേക്ക് കമഴ്ത്തി ഒഴുക്കിയ ലഹരിപ്പുഴയിൽ കാവിയുടുത്തൊരു ഗീതാജ്ഞക്കാരൻ പട്ടര് മുങ്ങി മരിച്ചു. എത്ര കൃത്യമായ ഒരു ദീർഘവീക്ഷണം! ഇതിലാരെ ഒഴിവാക്കിയിട്ടില്ല. മദ്യം ബ്രഹ്മഹാ ഹേമഹാരി ഛ സുരാബോ ഗുരുതൽപക എന്നും ഒരാപ്തവാക്യമുണ്ട്. ബ്രാഹ്മണനെ കൊല്ലുന്നതും സ്വർണം മോഷ്ടിക്കുന്നതും ഗുരുഭാര്യയെ അപമാനിക്കുന്നതും മദ്യപിക്കുന്നതും ഇവരുമായി സഹകരിക്കുന്നതും അതാണ് പഞ്ചപാപം. 5 പാപങ്ങൾ എന്ന് പറഞ്ഞതാണ്. അല്ലാത്തൊന്നും പാപമല്ലെന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത്. ബ്രഹ്മഹ ബ്രാഹ്മണനെ കൊല്ലുക എന്ന് ആ കൃത്യം ചെയ്യുക. ഹേമഹാരി ഹേമത്തെ സ്വർണം മോഷ്ടിക്കുന്നതും. സുരാഗോ മദ്യപിക്കുന്നതും. ഗുരുകൽപ്പക ഗുരുവിൻ്റെ ഭാര്യയെ അല്ലെങ്കിൽ ഗുരുപത്നിയെ അപമാനിക്കുക. ഈ 4 പാപങ്ങൾ ചെയ്യുന്നവരുമായി സഹകരിക്കുന്നതും 5ാമത്തെ പാപമാണ്. അതാണ് പഞ്ചപാപം എന്ന് പറയുന്നത്. നമുക്ക് ഈ വൻമരം, ഒരു മഹാവൃക്ഷം, ഭാരതമാകുന്ന മഹാവൃക്ഷത്തിൻ്റെ തണലിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ. ഈ ജനങ്ങളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ജനാധിപത്യമാണ്, മതേതരത്വമാണ് എന്ന് പറയുകയും അവർ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ച് 30 വർഷം മുൻപ് ഒരു വലിയ കാർട്ടൂണിസ്റ്റ് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന, അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ അറിയാം, സുകുമാർ. ഇന്ന് അദ്ദേഹം ഇല്ല. 30 വർഷം മുമ്പ് കേരള കൗമുദി പത്രത്തിൽ സപ്ലിമെൻ്റ് പേജിൽ വന്ന ഒരു കവിതയുണ്ട്, ഒരു പാരടി. ഞാനിത് ഒമാനിൽ വെച്ച് പഠിച്ചതാണ്. വർഷങ്ങൾ ഇത്രയും ആയി. അതിതുവരെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ കേരളത്തിൻ്റെ ആ കാർട്ടൂണിസ്റ്റ് സുകുമാർ, ഹാസ്യ സാഹിത്യകാരൻ, അതുപോലെ അദ്ദേഹം നർമ്മകൈരളിയുടെ എഡിറ്ററായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പന്തളം കേരളവർമ്മ പണ്ട് എഴുതിയ ദൈവമേ കൈതൊഴ എന്ന ഗാനത്തിൻ്റെ പാരടിയാണ്. അത് എൻ്റെ പാരടിയല്ല, സാക്ഷാൽ സുകുമാരൻ പോറ്റി അദ്ദേഹത്തിൻ്റെ പാരടി ഓർമ്മയിലുള്ളത് ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാവെന്നെ നീ മന്ത്രിയാക്കിയിടണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം, പാവമാം എന്നെ നീ കാക്കുമാറാകണം. എൻ്റെ തൊലിക്കട്ടി വിശ്രുതമാകണം, നിന്നെ ഞാനെന്നുമേ വിസ്മരിച്ചിടണം. എൻ്റെ തൊലിക്കട്ടി വിശ്രുതമാകണം, നിന്നെ ഞാനെന്നുമേ വിസ്മരിച്ചിടണം. ആരാനുമെങ്ങാനും ചത്തെന്നു കേട്ടതും ബാധ പിടിച്ചപ്പോൾ ഞെട്ടുമാറാകണം. ആരാനുമെങ്ങാനും ചത്തെന്നു കേട്ടതും ബാധ പിടിച്ചപ്പോൾ ഞെട്ടുമാറാകണം. രമ്യകർമ്മങ്ങൾ കൂപ്പു കോൺട്രാക്റ്റുകൾ പൊന്നളിയന്മാർക്ക് സ്വന്തമായിടണം. രമ്യകർമ്മങ്ങൾ കൂപ്പു കോൺട്രാക്റ്റുകൾ പൊന്നളിയന്മാർക്ക് സ്വന്തമായിടണം. നാഷണൽ ഹൈവേ എൻ സ്വന്തമായിടണം, നാടുകൾ നീളെ എൻ സ്റ്റാച്യു സ്ഥാപിക്കണം. നാഷണൽ ഹൈവേ എൻ സ്വന്തമായിടണം, നാടുകൾ നീളെ നാഷണൽ ഹൈവേ എൻ സ്വന്തമായിടണം, നാടുകൾ നീളെ എൻ സ്റ്റാച്യു സ്ഥാപിക്കണം. പള്ളിക്കൂടത്തിന്നെ കാണാത്ത ഒരു മഹാതല്ലിപ്പൊളിയാം ഇവനെന്നിരിക്കലും. പള്ളിക്കൂടത്തിന്നെ കാണാത്തൊരു മഹാതല്ലിപ്പൊളിയാം ഇവനെന്നിരിക്കലും. വിശ്വവിജ്ഞാന കോശവനായിട്ടഹം
വീമ്പിളക്കിടുവാൻ ത്രാണിയുണ്ടാകണം. വിശ്വവിജ്ഞാന കോശവനായിട്ടഹം വീമ്പിളക്കിടുവാൻ ത്രാണിയുണ്ടാകണം. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം. പാവമാം എന്നെ നീ മന്ത്രിയാക്കിയിടണം. നന്ദി, നമസ്കാരം.